السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا وشفينا وحبيبنا ومولانا മുഹമ്മദ്. ഇന്ന് ചെയ്യാൻ പോണത് അതിലെ മൂന്നാമത്തെ അധ്യായമാണ്. മൂന്നാമത്തെ അധ്യായത്തെ പേര് വെച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ സവിശേഷ പദവി എന്നാണ് അതിന് പേര് വെച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിന്റെ അകത്ത് ഷിമ്മല് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ പദവി പറഞ്ഞിട്ട് ആ സവിശേഷ പദവി വിശദീകരിക്കാനുള്ള 2-3 ക്രൈറ്റീരിയ പറയുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ പദവിയെ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം, ഒന്ന് ഈ ടൈറ്റിൽ, ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മുഹമ്മദ് ഈസ് ഹിസ് മെസ്സഞ്ചർ എന്നുള്ള പുസ്തകത്തിന്റെ തന്നെ ടൈറ്റിലുള്ള ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ മുഹമ്മദ് ഈസ് ഹിസ് മെസ്സഞ്ചർ എന്നാണല്ലോ. അപ്പൊ ആ ഒരു ടൈറ്റിലിനോട് എന്തുകൊണ്ടും ആ ഒരു ടൈറ്റിൽ വെക്കണമെങ്കിൽ അതിന് എന്തായാലും ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സവിശേഷ പദവി പറയുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തെ നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പുസ്തകത്തിന്റെ ആമുഖ ഭാഗത്ത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആസ് എ റിലീജിയൻ പിന്നെ ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്യണത്, അതിനെ ബോർഡർ ചെയ്യണത് എന്നുള്ളൊരു ഭാഗം, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഷിമ്മൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, മുഹമ്മദ് നബിയാണ് ഇസ്ലാമിന്റെ ബോർഡേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ആസ് എ റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്നുണ്ട് ഇൻട്രൊഡക്ഷനിൽ. ആ അർത്ഥത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഒരു ബോർഡർ ആയിട്ട് വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സവിശേഷ പദവി മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ ടൈറ്റിലിനോട് ഒന്നുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു അധ്യായമായിട്ടാണ് ഞാൻ ഈ അധ്യായത്തെ കാണുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ച ഒന്നാമത്തെ പോയിന്റ്. ഇനി ഈ ഒരു അധ്യായം ഇത് മുന്നോട്ട് പോകുന്നത് ഒരു 4 സെക്ഷൻ ആയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുസ്തകത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വായിക്കുന്നത്, ഈ അധ്യായത്തെ സവിശേഷമായിട്ടും. അപ്പൊ അതിൽ ഒന്നാമത് ഈ സവിശേഷ പദവിയെ ഷിമ്മൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇസ്മത്ത് എന്ന് പറയുന്ന കാഴ്ചപ്പാടിന്റെ പുറത്താണ്. അംബിയ മുർസലുകൾക്ക് ഇസ്മത്ത് ഉണ്ട്, പൊതുവിൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സവിശേഷമായ ഇസ്മത്ത് ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു എല്ലാ ചിന്താധാരകളിലുള്ള കാഴ്ചപ്പാടാണ്. മുത്തസിലത്താണെങ്കിലും അശരീയത്തൊക്കെ ആണെങ്കിലും എല്ലാവരും പൊതുവിൽ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, സ്റ്റിൽ ഒരു പൊതുവിൽ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു ഇസ്മത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഒരു സവിശേഷ പദവി ഉണ്ട് എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ആംഗിള്. രണ്ടാമത്തെ സവിശേഷ പദവി വിശദീകരിക്കാനുള്ള രണ്ടാമത്തെ ഒരു ആംഗിള് സൂഫി പാഠങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ ഷിമ്മൽ ഉപയോഗിക്കുന്ന ആംഗിൾ എന്താന്ന് വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ പേരായിട്ടുള്ള സയ്യിദുൽ മുർസലീൻ അല്ലെങ്കിൽ ഖാത്തമുൽ മുർസലീൻ എന്ന് പറയുന്ന ഐഡിയ. ആ പേരെന്ന് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണല്ലോ. ആ 2 ഐഡിയകളെയും മിക്സ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഒരു ആംഗിൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സയ്യിദുൽ മുർസൽ ആണെങ്കിൽ, സയ്യിദുൽ മുർസലീൻ ആണെങ്കിൽ, ഒരു ഖാത്തമുൽ മുർസലീൻ ആണെങ്കിൽ, സത്യത്തിൽ ഷിമ്മല് ഖാത്തിമുൽ മുർസലീൻ എന്നുള്ള അർത്ഥത്തിലും ഖാത്തമുൽ മുർസലീൻ എന്നുള്ള അർത്ഥത്തിലും 2 അർത്ഥത്തിലും അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു അധ്യായത്തിൽ. ഖാത്തിം എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ എന്ന് അർത്ഥം കിട്ടും, ഖാത്തം എന്ന് പറഞ്ഞാൽ മുർസലുകളുടെ മുദ്ര എന്നുള്ള അർത്ഥം കിട്ടും. ഈ 2 അർത്ഥത്തിലും ഷിമ്മൽ പ്രയോഗിക്കുന്നതായിട്ടാണ്, ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ട് പ്രയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഖാത്തം അല്ലെങ്കിൽ സയ്യിദ് മുർസലീൻ എന്നുള്ള ഒരു ഐഡിയയുടെ പുറത്തും ഈ സവിശേഷ പദവിയുടെ വിശദീകരണത്തിന് ഷിമ്മൽ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് 3 ആംഗിള്. നാലാമത്തെ ഇതിലൊരു സെക്ഷൻ വരുന്നത്, ഈ ഒരു പാഠത്തിൽ വരുന്നത്, ഈ അധ്യായത്തിൽ വരുന്ന ഒരു സെക്ഷൻ, അതുകൊണ്ട് തന്നെ ഈ സവിശേഷമായ സ്ഥാനത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പദവിയോട് വരുന്ന അനാദരവിനെ കുറിച്ചുള്ള ഒരു ചർച്ച. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് അല്ലെങ്കിൽ 4 സെക്ഷനുകളായിട്ടാണ് നമുക്ക് ഈ അധ്യായത്തെ വായിക്കാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ അധ്യായം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വരുന്ന ചർച്ച ഈ ഇസ്മത്തിന്റെ ചർച്ചയാണ്. അപ്പൊ ഒന്നാമത്തെ ഐഡിയ ഇസ്മത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിമ്മൽ അതിനെ വിശദീകരിക്കുന്നത് അസാൻമാർഗികതയിൽ നിന്നുള്ള സംരക്ഷണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സംരക്ഷണം എന്നാണ്. എല്ലാതരം അസാൻമാർഗികതയിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിതരാണ് എന്നതാണ് പോയിന്റ്. അപ്പൊ അതിനവർ പറയുന്ന കാരണങ്ങൾ, ലോജിക്കലായിട്ട് പറയുന്ന കാരണങ്ങൾ, സ്വാഭാവികമായിട്ടും ദൈവിക വചനത്തിന്റെ വാഹകരാകുമ്പോൾ
ആ ദൈവിക വചനത്തിന്റെ അതിന്റെ അതിന്റെ വഹിക്കുന്നതിൽ ഒരു തരത്തിലുള്ള കലർപ്പും വന്നുകൂടാ, അങ്ങനെ ഒരു കലർപ്പ് ഉണ്ടായിക്കൂടാ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തരത്തിലുള്ള അസാൻമാർഗികതയിൽ നിന്നും തെറ്റുകളിൽ നിന്നും സംരക്ഷിതരാവണം എന്നതാണ് ആ പോയിന്റ്. ആ പോയിന്റ് പലതരത്തിൽ ഇസ്ലാമിക് മുസ്ലിം ടെക്സ്റ്റുകളിൽ അത് വ്യാപകമായിട്ട് അവൈലബിൾ ആയ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിനെ ഉപജീവിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇസ്മത്ത് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയന്റെ അകത്ത് നിന്ന് ഷിമലി സവിശേഷ പദവിയെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തെറ്റുകളുടെയും കലർപ്പില്ലാത്ത ഒരു ജീവിതം ആവശ്യമാണ്, അത് നിർബന്ധമാണ് അതിനെ മനസ്സിലാക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ തുടക്കം ഉള്ളത്. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സവിശേഷ പദവി ഇസ്മത്തിന്റെ ബേസിലും അല്ലാതെയുള്ള ഈ ഒരു സവിശേഷ പദവിയെ വിശദീകരിക്കാൻ മനസ്സിലാക്കണമെങ്കിൽ ഷിമ്മൽ പറയുന്നത് അതിന് നിങ്ങൾ ആദ്യം പ്രവാചക പഠനത്തിന്റെ ശാസ്ത്ര ശാഖയിലുള്ള ചെറിയൊരു അവഗാഹം വേണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവഗാഹത്തിന് ഉണ്ടാവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പ്രവാചക പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ ഷിമ്മൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഉലുൽ അസ്മുകളെ കുറിച്ചുള്ള പരാമർശം. അപ്പോൾ ഉലുൽ അസ്മു എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു, ഇബ്രാഹിം നബി വരുന്നു, മൂസാ നബി വരുന്നു, ഈസാ നബി വരുന്നു, അതേപോലെ തന്നെ നൂഹ് നബി വരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉലുൽ അസ്മിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും അവർ കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി ആണെന്നൊക്കെ കിതാബുകളിലുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ ഷിമ്മൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഉലുൽ അസ്മ എന്ന് പറയുന്ന ഒരു ഐഡിയ, ഉലുൽ അസ്മിനെ പറയുന്നതിന് മുന്നേ 313 റസൂൽ എന്ന് പറയുന്ന ഐഡിയ, അതേപോലെ പിന്നെ 1,24,000 പരം നബിമാർ എന്ന് പറയുന്ന ഐഡിയ, ഈ ഐഡിയകളൊക്കെ നമ്മൾ സാധാരണ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് പ്രവാചക പഠനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിലവിൽ അശരീയത്തും എല്ലാ തരം ആളുകളും പൊതുവിൽ ഉപയോഗിക്കുന്ന ഐഡിയകളൊക്കെ ആദ്യം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഇസ്മത്ത് എന്ന് പറയുന്ന ഐഡിയയും അതുപോലെ തന്നെ അതുവഴി ഉണ്ടായി വരുന്ന സവിശേഷ പദവിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകുന്ന സവിശേഷ പദവിയെയും മനസ്സിലാക്കാനെന്ന് പറയുന്നു. ആ ഭാഗത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹബീബുള്ള എന്ന് പേര് വരുന്നതിന്റെ പ്രാധാന്യത്തെ കൂടി ഷിമ്മൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖലീലുള്ള എന്ന് പേര് കിട്ടുന്നു, മൂസാ നബിക്ക് കലീമുള്ള എന്ന് പേര് കിട്ടുന്നു, ഈസാ നബിക്ക് റൂഹുള്ള എന്ന് പേര് കിട്ടുന്നു. ആ പേരുകളൊക്കെ ചേർന്ന് അതിനേക്കാളും മേന്മയുള്ള മെച്ചമുള്ള ഒരു പേരായിട്ടാണ് ഹബീബുള്ള എന്ന പേരിനെ ഷിമ്മൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഉലുൽ അസ്മിൽ തന്നെ ഏറ്റവും പ്രധാനി എന്നുള്ള ഒരു ഐഡിയ അവിടെ വരുന്നു. 313 റസൂൽ എടുത്താലും 1,24,000 നബിമാരെടുത്താലും അവരിലൊക്കെ പ്രാധാന്യമുള്ള ഏറ്റവും വെയിറ്റേജ് ഉള്ള ആളായിട്ട് റസൂലായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ പ്രവാചക പഠനശാസ്ത്രവും അവതരിപ്പിക്കുന്നു എന്നത് അവരാദ്യം പറയുന്നുണ്ട്. ആ ഭാഗത്തെ തന്നെയാണ് മറ്റൊരു പോയിന്റും പറയുന്നത്. പൊതുവെ അശരീയത്തും എല്ലാവരും പറയുന്ന പോയിന്റാണ്, ഏത് റസൂലിനും അല്ലെങ്കിൽ നബിക്ക് തന്നെയും, നബിയും റസൂലും രണ്ട് ഐഡിയ ആണ്. അത് ഷിമ്മൽ പറയുന്നുണ്ട്. നബി എന്ന് പറഞ്ഞാൽ അത് റസൂൽ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നബി എന്ന് പറഞ്ഞാൽ നബിക്ക് ഒരു തൗഹീദിൻ അല്ലെങ്കിൽ തബ്ലീഗിന്റെ ഉത്തരവാദിത്തമില്ല, അങ്ങനെയാണ് നബിനെ കുറിച്ച് പറയാം. റസൂൽ ആകുമ്പോഴാണ് തബ്ലീഗിന്റെ, ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം റസൂലിനെ ഉള്ളൂ. നബി എന്ന് പറഞ്ഞാൽ നബിക്ക് കിട്ടിയ മതവും ഷറവും അനുസരിച്ച് ആ നബി ജീവിച്ച് കാണിച്ചാൽ മതി, ബാക്കിയുള്ള ആളുകൾക്ക് അത് എത്തിക്കേണ്ടതില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കുറിച്ചും ആര് ചർച്ച ചെയ്യുന്നുണ്ട്? ഷിമ്മൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ 4 ഗുണങ്ങളെ കുറിച്ച്, നബിമാർക്ക് നിർബന്ധമായ 4 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ഖ് എന്ന് പറഞ്ഞ സത്യസന്ധത, അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തത, തബ്ലീഗ് എന്ന് പറഞ്ഞാൽ പ്രബോധനം, റസൂലിനുള്ളതാണ്. അപ്പോൾ തബ്ലീഗ് എന്ന് പറഞ്ഞ പ്രബോധനം, അതേപോലെ തന്നെ ഫത്താനത്ത് എന്ന് പറഞ്ഞ ബുദ്ധിശക്തി. ഇങ്ങനെ 4 ഗുണങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ റസൂലിനും വേണം എന്നുള്ള ഒരു ഐഡിയ പറയുന്നുണ്ട്. പിന്നൊന്ന് 4 നിഷിദ്ധങ്ങളായ സ്വഭാവങ്ങൾ, പാടില്ലാത്ത സ്വഭാവങ്ങൾ. ഒന്ന് കെദിബ്, കളവ് പറയുക, ഖിയാനത്ത്, വഞ്ചിക്കുക, അതേപോലെ കിത്മാന്, വിവരങ്ങൾ അല്ലെങ്കിൽ വഹി മറച്ചു വെക്കുക. പിന്നെ ബലാദത്ത് എന്ന് പറയുന്നതാണ്, എന്ന് പറഞ്ഞാൽ ഒരു മൗഢ്യം, ഒരു മൂഢത അല്ലെങ്കിൽ മൗഢ്യ ബുദ്ധിയില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഇത്തരം സ്വഭാവങ്ങൾ ഒരു റസൂലിന് പാടില്ല. ഇതൊക്കെ പ്രവാചക പഠന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ എല്ലാ ആളുകളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ പദവിയെക്കുറിച്ച് പറയാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്നാണ് ഷിമ്മല് ഇതിൽ പറയുന്നത്. എന്നിട്ട് ഇസ്മത്തിനെ കുറിച്ചുള്ള ചർച്ചയിലേക്കാണ് പിന്നെ വിശദമായിട്ട് പോകുന്നത്. ഈ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ഐഡിയ നമ്മൾ പറഞ്ഞു, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റുണ്ടാവാൻ പാടില്ല, അതിൽ നിന്നുള്ള പൂർണ്ണമായ സംരക്ഷണം, ഇതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഷിമ്മല് പറയുന്നത്
ആദ്യകാലത്ത് ഇസ്മത്തിനെ കുറിച്ചുള്ള പ്രത്യേകമായ ചർച്ചകളൊന്നും ടെക്സ്റ്റുകളിൽ അവൈലബിൾ അല്ല എന്നാണ് ഷിമ്മലിന്റെ കാഴ്ചയിൽ അനുസരിച്ചുള്ള. ഷിമ്മൽ എന്താണോ പറഞ്ഞത്, ഈ അധ്യായത്തിൽ എന്താണോ ഷിമ്മൽ പറഞ്ഞത്, അതിനെ മാത്രമാണ് ഞാനിപ്പോ സമ്മറൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഷിമ്മൽ പറയുന്നത് ആദ്യകാലത്തെ ടെക്സ്റ്റുകളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു എടുത്തു പറയേണ്ട ചർച്ചകൾ കാണുന്നില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുന്നതോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്മത്ത് ഉണ്ടെന്ന ഐഡിയ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ ആദ്യകാലത്തിനെ കുറിച്ച് ചർച്ചയില്ല. പക്ഷെ അപ്പോഴും അംഗീകരിക്കപ്പെട്ടപ്പോഴും അവിടെ കുറെ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രവാചകത്വത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിന് മുന്നേ ഈ പറയുന്ന ഇസ്മത്ത് ഉണ്ടോ? അപ്പൊ ആദ്യകാലത്ത് ഇസ്മത്തിനെ കുറിച്ച് ചർച്ചയേ ഇല്ല. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇസ്മത്ത് ഉണ്ട്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാതരം ദുർബോധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദുശീലങ്ങളിൽ നിന്നും അവര് സംരക്ഷിതരാണ് എന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവാചകത്വത്തിന് മുമ്പും ഇതുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം മുതൽ അവിടുത്തെ 40 വയസ്സ് വരെ ഈ ഒരു സ്വഭാവം, ഈ ഒരു ഇസ്മത്ത് ഉണ്ടോ എന്ന ചർച്ചയുണ്ട്. അപ്പൊ ആ ചർച്ചയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച പലയിടത്തും നടക്കുന്നുണ്ട്. ഷിമ്മല് പറയുന്നു പല ചർച്ചകളിലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വാദങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് ഷിമ്മല് പറയുന്നുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വളരെ പ്രധാനമായി കൊണ്ടുവന്നൊരു ഉദാഹരണം സൂറത്തുൽ ദുഹയിലെ വവജദക ളാല്ലൻ ഫഹദ എന്ന് പറയുന്ന ആയത്താണ്. നബിയെ, അങ്ങയെ നാം ലാലായി കണ്ടു, ഫഹദ, അപ്പൊ അങ്ങയെ നാം സന്മാർഗത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ആ ആയത്തിനെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ലാല് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകത്വത്തിന് മുമ്പുള്ളതാണെന്നും ഫഹദ എന്ന് പറയുന്നത് പ്രവാചകത്വ ചെയ്യുന്നതോടുകൂടി പിന്നെ ഹിദായത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന ഒരു ഐഡിയ പല മുഫസ്സിറുകളും പല പണ്ഡിതരും ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഐഡിയയാണ് ഷിമ്മല് അവിടെ ആ വാദം സമർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു പോയിന്റ് അതാണ് വജദക ളാല്ലൻ ഫഹദ എന്ന് പറയുന്ന ആയത്ത്. മറ്റു ഒരു ഭാഗം പിന്നെ ഷിമ്മല് കൊണ്ടുവരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലും ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നതായിട്ട്, അതേക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ പ്രാർത്ഥനകളൊക്കെ പല ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഷിമ്മലും അത് ഈ പറയുന്ന ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ തന്നെയുള്ള ചർച്ചയാണ്. ആ ടെക്സ്റ്റുകളെ ചർച്ച ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഷിമ്മല് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ അത് ദോഷങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ ആണല്ലോ. അപ്പോ പ്രവാചകത്വത്തിന് മുമ്പ് ഇത്തരം ഇസ്തിമത്ത് ഉണ്ട് എന്നുള്ള വാദം ഒരു ഭാഗത്ത് ആളുകൾ പറയുമ്പോഴും ഇസ്മത്ത് ഇല്ലായിരുന്നില്ല എന്നതിനും ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ ഒരു ഘട്ടത്തിൽ ഷിമ്മല് ആ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ ബിംബാരാധന പോലെയുള്ളതിലേക്ക് വരെ പോക്ക്, അതിന് വരെയുള്ള സാധ്യതകളെ കുറിച്ചും ഷിമ്മൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയാതെ ചർച്ച വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇസ്മത്തിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പൊ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്മത്തിനെ കുറിച്ചുള്ള ചർച്ചയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഷിമ്മലിന്റെ കേസിൽ അതൊരു പ്രശ്നമായിട്ടാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഷിമ്മൽ ഈ ഇസ്മത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഷിർക്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഐഡിയയാണ്. അപ്പോ ഈ വവജദക ളാല്ലൻ എന്ന് പറഞ്ഞിടത്തൊന്നും ഈ തരത്തിലുള്ള ഈ ഷിർക്കിന്റെ ഒരു ഐഡിയയിലേക്കുള്ള തരത്തിലുള്ള സംസാരമൊന്നും പല ആളുകൾ അത് ചെയ്യുന്നില്ല. പക്ഷെ ഷിമ്മൽ ഇതിൽ സംസാരിക്കുമ്പോൾ ഷിർക്കല്ലാത്ത, അതായത് വൻദോഷം, ഷിർക്ക് പോലെയുള്ള വലിയ ദോഷങ്ങളും, അല്ലെങ്കിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കപ്പെടാത്തെന്ന് കരുതുന്ന ദോഷങ്ങളാണല്ലോ, ആ ദോഷങ്ങളും ഏറ്റവും ചെറിയ മൈന്യൂട്ടായ ദോഷങ്ങളും നമ്മൾ ഇതിൽ ഒരുപോലെ പിന്നെ ഇസ്മത്തിന്റെ ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം ഷിമ്മലിന്റെ ഈ ഒരു അധ്യായത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അതിന് ഇനി സംശയം അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയുടെ ഭാഗത്ത് അത് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി സംസാരിക്കാം. ഏതായാലും ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പല ഹദീസുകളും വന്നിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാറുകളെ കുറിച്ചുള്ള ഹദീസിന്റെ സൂചന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വത്തിന് മുമ്പ് ഇത്തരം ഒരു ഇസ്മത്തിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹിഫ്ള് ഉണ്ടായിരുന്നില്ല എന്നതിലേക്കുള്ള സൂചനയാണെന്ന് ഷിമ്മൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷിമ്മലിന്റെ ഒരു ആർഗ്യുമെന്റ് ആ ഭാഗത്ത് വരുന്നത്. അത് ഷിമ്മൽ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് നിൽക്കണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സൂചന അതിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇബ്നു ഹസം 11ാം നൂറ്റാണ്ടിലെ ഇബ്നു ഹസമിന്റെ ഒരു വാദം ഇവിടെ പ്രധാനമായിട്ടും ഷിമ്മൽ ഉന്നയിക്കുന്നുണ്ട്. ഇബ്നു ഹസം പറയുന്നത് പ്രവാചകന്മാർക്ക് അനുസരണയില്ലായ്മ അനുവദനീയമാണെങ്കിൽ അത് നമുക്കും അനുവദനീയമാണെന്ന് വരും. അതുകൊണ്ട് അനുസരണ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇസ്മത്ത് ഇല്ലായ്മയായി, അനുസരണ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ കൽപ്പനകളോടുള്ള അനുസരണ ഇല്ലായ്മ, അപ്പൊ ഇസ്മത്ത് ഇല്ലാന്നായി. അപ്പൊ ഒരു ഇസ്മത്ത് ഇല്ലായ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പ്രവാചകന്മാർക്ക് പൊതുവിലാണ് ഇബ്നു ഹസം പറയുന്നത്, നമ്മളെ കേസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്, അത് അവർക്കത് സാധ്യമാണെങ്കിൽ പിന്നെ ഈ അനുസരണ ഇല്ലായ്മ നമുക്കും സാധ്യമാണെന്ന് വരും, നമുക്കും ചെയ്യാമെന്നാവും. സാധ്യം എന്ന് പറഞ്ഞാൽ നമുക്കും അത് ആവാമെന്നാവും. കാരണം നമ്മൾ അവരെയാണല്ലോ പിന്തുടരേണ്ടത്, ഈ പ്രവാചകരെയാണല്ലോ നമ്മൾ പിന്തുടരേണ്ടത്. അപ്പൊ
അപ്പൊ ആ അർത്ഥത്തിൽ ഇബ്നു ഹസൻ പിന്നെ പൂർണ്ണമായിട്ടും വാദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പൂർണ്ണമായ ഇസ്മത്തുണ്ട് എന്നൊരു വാദം ഇബ്നു ഹസമിനുണ്ട്. ആ വാദത്തെ സ്വാഭാവികമായിട്ടും ഷിമ്മൽ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ആ വാദം അടുത്തൊരു ഘട്ടത്തിൽ ആ വാദവും ഇബ്നു ഹസമിന്റെ വാദവും കൊണ്ടുവരുന്നു. അപ്പോ ഈ ഒരു ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ഐഡിയ ഇതാണ്. ഇതില് മുഅ്തസിലികൾക്ക് നിലപാട്, അശ്ശരികളുടെ നിലപാട് എന്ത് എന്നുള്ളതാണ് അടുത്തൊരു ചർച്ച. അപ്പോ മുഅ്തസിലിയുടെ നിലപാട് ഷിമ്മൽ പറയുന്നു, രണ്ട് കാലങ്ങളിൽ അവർക്ക് രണ്ട് അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. മുഅ്തസിലികൾ ആദ്യകാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇപ്പറയുന്ന ഇസ്മത്തില്ലാത്ത അവസ്ഥ, അതായത് തെറ്റുകൾ അല്ലെങ്കിൽ അനുസരണക്കേടുകൾ ഉണ്ടാവാമോ എന്ന ചർച്ച വന്നപ്പോൾ ആദ്യകാലത്ത് അത് സംഭവിക്കാമെന്നും അശ്രദ്ധ മൂലം, മനഃപൂർവ്വമല്ല അശ്രദ്ധ മൂലം അത്തരം അനുസരണക്കേടുകൾ സംഭവിക്കാമെന്നൊരു അഭിപ്രായമാണ് മുഅ്തസിലികൾക്ക് ഉണ്ടായിരുന്നത് എന്നും, എന്നാൽ കുറച്ച് കഴിഞ്ഞതോടെ അവരവരുടെ അഭിപ്രായം മാറ്റിയെന്നും അശ്രദ്ധ മൂലം പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തരം ഒരു അനുസരണയില്ലായ്മ ഉണ്ടാവില്ല എന്ന നിലപാടിലാണ് മുഅ്തസിലികൾ എത്തിയത് എന്നും പറയുന്നുണ്ട്. അശ്ശരികളുടെ നിലപാടും ഇതിൽ വളരെ ക്ലിയർ ആണ്. പ്രബോധനപരമായതിൽ, ലൗകികമായതിൽ ഒരു ചർച്ച അശ്ശരികൾക്ക് ഉണ്ട്. ചില ഉദാഹരണം പിന്നെ ഷിമൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഈന്തപ്പനകളുടെ ഒക്കെ ഭൗതികമായ വിഷയങ്ങളിൽ ചില തെറ്റുപറ്റുമോ എന്ന ചർച്ചയിൽ അശ്ശരികൾക്ക് അങ്ങനെ ഒരു ചർച്ചയുണ്ട്. എന്നാൽ പ്രബോധനപരമായ കാര്യങ്ങളിൽ, അതായത് ഇസ്ലാമിന്റെ നിയമപരമായ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള അനുസരണയില്ലായ്മ, അനുസരണയില്ലായ്മ, ഇസ്മത്തില്ലായ്മ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അശ്ശരികളുടെ ഒരു നിലപാട്. അത് കഴിഞ്ഞ ഉടനെ ഷിമൽ പിന്നെ അടുത്തത് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒരു പിന്നെ ആത്മീയമായ ഒരു സാധ്യതയെ കുറിച്ചാണ്. അത് ഒരു സൂഫി ട്രഡീഷന്റെ അകത്തുനിന്ന് എങ്ങനെ നമുക്കിതിനെ വായിച്ചെടുക്കാം, ഈ ഒരു സവിശേഷ പദവിയെ. നമ്മളിപ്പോ ഒരു ഇസ്മത്ത് എന്ന് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞു. ഇനി ഈ സവിശേഷ പദവി, അത് ഇസ്മത്ത് കാരണമാണ് ഈ സവിശേഷ പദവി ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ തത്വത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്ത ഒരു ആംഗിൾ വരുന്നത് സൂഫി തരത്തിൽ, സൂഫി പാഠങ്ങളുടെ അകത്തുള്ള വായനയിലൂടെയും ഈ സവിശേഷ പദവി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന് ഷിമൽ ആദ്യം തന്നെ പറയാൻ ശ്രമിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലൂടെ പ്രസരിച്ച പ്രകാശം അത് ആത്മീയ ഗുണങ്ങളുടെ സമൂർത്തവൽക്കരണം ആണ് എന്നൊരു അഭിപ്രായം ഷിമൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നൂറ് സൂഫി തലത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, നൂറ് എന്നുള്ള ഒരു ഐഡിയ. അപ്പോ ആ ഒരു നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൂടെ പ്രസരിച്ച പ്രകാശം അത് അവിടുത്തെ ആത്മീയ ഗുണങ്ങളുടെ സമൂർത്തവൽക്കരണമാണ്. അതുകൊണ്ട് ഇസ്മത്ത് എന്നുള്ളത് എന്തായാലും നിർബന്ധമാണ്. അതുവഴി സൂഫി തലത്തിലുള്ള റീഡിങ്ങിൽ തന്നെയും സൂഫി പാഠങ്ങളുടെ റീഡിങ്ങിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സവിശേഷമായ പദവിയിലുള്ള ആളാണ് എന്ന് വരുന്നു എന്നതാണ്. അവിടെ രണ്ടാമത് കൊണ്ടുവരുന്ന സൂഫി തലത്തിലെ മറ്റൊരു പാഠം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഭാഗമാണ്. ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. ആയിഷ ബീവിയുടെ അടുത്ത് നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഇറങ്ങിപ്പോവാണ്. ഹദീസ് പൂർണ്ണമായിട്ടൊന്നും ഷിമൽ കൊണ്ടുവരുന്നില്ല. ഹദീസിന്റെ അവസാന ഭാഗമാണ് ഷിമൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആയിഷ ബീവിയായിട്ടുള്ള ഒരു സംഭാഷണമാണത്. അപ്പൊ ബീവിന്റെ അടുത്ത് നിന്ന് രാത്രി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി ഇറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്, എന്നോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടോ എന്നുള്ള തരത്തിലൊരു ചോദ്യം ചോദിച്ചു. ഞാൻ രാത്രി ഇവിടെ നിന്ന് പോയതിന്റെ പേരിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? അപ്പൊ ആയിഷ ബീവി തിരിച്ചു വയ്ക്കും, ഞാൻ എന്തിനു ദേഷ്യപ്പെടണം, ഞാൻ എവിടെ, നിങ്ങൾ എവിടെ എന്നുള്ള സാധാരണ ഒരു മുഹിബിന്റെ ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്തിനു ദേഷ്യപ്പെടണം എന്നുള്ളത്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ എനിക്ക് എന്താ ഒരു ഷെയ്ത്താൻ വന്നോ എന്നൊരു ചോദ്യം ആയിഷ ബീവിയോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഒരു ഷെയ്ത്താൻ വന്നോ? അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഷെയ്ത്താൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതെ നിങ്ങൾക്ക് ഷെയ്ത്താൻ ഉണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ത്താൻ ഉണ്ടോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ചോദിച്ചു. ഓ മാഅക യാ റസൂലല്ലാഹ്, അതാണ് നമ്മളെ ടെക്സ്റ്റ്. ഓ മാഅക യാ റസൂലല്ലാഹ് എന്നാണ് ഹദീസിൽ ചോദിക്കേണ്ടത്. നിങ്ങളെ കൂടെയും ഷെയ്ത്താൻ ഉണ്ടോ എന്ന് ആയിഷ ബീവി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഖാല, അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, എന്റെ കൂടെയും ഷെയ്ത്താൻ ഉണ്ട്. വലാകിൻ റബ്ബി ആനിനി അലൈഹി ഹത്ത അസ്ലമ എന്ന് ഒരു ഭാഗം കാണുന്നുണ്ട്. വലാകിൻ വേറൊരു റിപ്പോർട്ടാണ് ഷിമൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഐഡിയ തന്നെ, ഈ ഹദീസിന്റെ ഭാഗം തന്നെ. വലാകിൻ റബ്ബി ആനിനി അലൈഹി, ആ ഷെയ്ത്താന്റെ മേൽ എന്റെ അള്ളാഹു സഹായിക്കുകയും ഹത്ത അസ്ലമ, ആ ഷെയ്ത്താൻ മുസ്ലിം ആവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഷെയ്ത്താന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഷെയ്ത്താന്റെ വസ്വാസം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് തെറ്റുകളിലേക്ക് നമ്മൾ പോവുക. അപ്പോഴാണ് ഒരു അനുസരണക്കേട് വരിക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഷെയ്ത്താൻ വരെ മുസ്ലിം ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ, അങ്ങനെ ഒരു ഹദീസിന്റെ പാഠമുണ്ട്. ഇത് സൂഫിയാക്കള് മശായിഖന്മാര് കാര്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു സൂഫി പാഠവുമാണ്.
അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുകൊണ്ട് തന്നെ സവിശേഷമായ ഒരു പദവിയാണ്. അങ്ങനെ ഒരു ശൈത്താനെ വരെ മുസ്ലിമാക്കാനുള്ള ഒരു കപ്പാസിറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിൽ നിന്ന് ഒരു സവിശേഷ പദവി സല്ലല്ലാഹു അലൈഹി വസല്ലം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ സൂഫി പാഠത്തിൽ നിന്ന് ഷിമ്മൽ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താനെ വഴിയിൽ നിന്ന് ഓടിപ്പോകും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഭാഗമാണ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മദ്ഹ് പറയുന്നിടത്ത്, മനാഖിബ് പറയുന്നിടത്ത്. അപ്പോ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വരാത്ത ഷെയ്ത്താന് നബിന്റെ അടുത്തേക്ക് വരികയോ എന്നുള്ള ഒരു ചോദ്യം വരും. എന്റെ അടുത്തും ഷെയ്ത്താൻ ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഷിമ്മൽ കൊടുക്കുന്ന ഉത്തരം റൂമിയുടെ ഉത്തരാണ്. ഇതേ ചോദ്യം റൂമിയുടെ മുന്നിൽ, മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ മുന്നിൽ ചോദിക്കപ്പെട്ടപ്പോ റൂമി അതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരത്തിന്റെ ചുരുക്കം ഇതാണ്: സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമുദ്ര സമാനമാണ്. ആ സമുദ്ര സമാനമായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അതെങ്ങനെയാണ് പറഞ്ഞത് റൂമി, സമുദ്രത്തിലേക്ക് ഒരു നായ മുഖം ഇട്ടാലോ അല്ലെങ്കിൽ നാവ് ഇട്ടാലോ അല്ലെങ്കിൽ തുപ്പുനീരായാലോ നായയുടെ ഉമിനീരായാലോ സമുദ്രത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇതേ നായ മുഖം തൊടുന്നത് അല്ലെങ്കിൽ മുഖം ഉമിനീര് കലർത്തുന്നത് ഒരു കോപ്പ വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളം അതുകൊണ്ട് മോശമായി പോകുന്നുള്ള. അപ്പോ റൂമിയുടെ ഈ ഒരു ഉത്തരത്തിന്റെ ആന്തരികാർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്ര സമാനമാണെന്നും എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഷെയ്ത്താൻ ഓടിപ്പോകും, ഉമർ റളിയല്ലാഹുവിന്റെ ഒരു മെച്ചമായിട്ടാണ് അത് പറയുന്നത്, ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സവിശേഷ ഗുണമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഈ ഷെയ്ത്താനിയത്തിന്റെ ഷെർറ് വന്നാൽ, ഷെയ്ത്താന്റെ വസ്വാസ് വന്നാൽ ഉമർ റളിയല്ലാഹു കോപ്പയിലെ വെള്ളം പോലെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദ്ര സമാനവുമാണ്. ആ ഒരു വ്യത്യാസത്തിന്റെ അകത്തുനിന്ന് ഈ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടുമെന്ന് റൂമി ഉത്തരം കൊടുക്കുന്നുണ്ട്. ആ ഉത്തരമാണ് ഷിമലും ഇവിടെ കൊണ്ടുവരുന്നത്. അടുത്ത ഒരു ആംഗിൾ ഇതിൽ വരുന്നത് ഖാത്തമുൽ മുർസലീൻ അതേപോലെ തന്നെ സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് അഭിഞ്ഞങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പദവി തന്നെയാണത്. അപ്പോ ഖാത്തമുൽ മുർസലീൻ അല്ലെങ്കിൽ ഖാത്തിമുൽ മുർസലീൻ എല്ലാ പ്രവാചകരുടെയും അന്ത്യത്തിൽ വന്ന പ്രവാചകൻ അല്ലെങ്കിൽ അന്ത്യപ്രവാചകർ. സയ്യിദുൽ മുർസലീൻ എന്ന എല്ലാ പ്രവാചകരുടെയും നേതാവ്. അപ്പൊ ഇത് സൂഫി പാഠങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പൊ അവിടെ ഓരോ നബിമാരും അല്ലെങ്കിൽ ഓരോ മുർസലുകളും അതത് പ്രദേശങ്ങളിലേക്കും അതത് കാലത്തേക്കും മാത്രമാണ് നിയോഗിതരായത് എന്നതാണ് ബേസിക് ഐഡിയ. ആദം അലൈഹി സ്വലാം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് നബിമാരെടുത്താലും, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെയുള്ള ഏത് നബിമാരെടുത്താലും അവരെല്ലാവരും തങ്ങളുടെ കാലത്തേക്കും തങ്ങളുടെ പ്രദേശങ്ങളിലേക്കും മാത്രം അവരവരുടെ ഭാഷയിൽ സംസാരിച്ച് അവർക്ക് വേണ്ടി മാത്രമാണ് അവർ നിയോഗിതരാകുന്നത്. ആ പ്രദേശത്തുകാരെ മാത്രമാണ് അവർ പ്രബോധനം ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് അവർക്ക് ഏർപ്പാടില്ല. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തമുൽ മുർസലീൻ ആണെന്ന് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഖാത്തിമുൽ മുർസലീൻ ആണെന്ന് പറയുന്നതോടുകൂടി, അല്ലെങ്കിൽ സയ്യിദുൽ മുർസലീൻ ആണെന്ന് പറയുന്നതോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വലോകരിലേക്കുമാണെന്ന ഒരു ഐഡിയ വരുന്നു, ഒരു ആശയം വരുന്നു. ആ ഒരു ആശയം വളരെ പ്രധാനമാണെന്ന് ഷിമൽ ഉന്നയിക്കുന്നത്. അപ്പൊ സർവ്വലോകങ്ങളിലേക്കുമുള്ള പ്രവാചകർ അല്ലെങ്കിൽ ലോകരിലേക്കുമുള്ള പ്രവാചകർ എന്ന് പറയുന്നതോടെ, റസൂൽ എന്ന് പറയുന്നതോടുകൂടി അതൊരു സവിശേഷമായ പദവിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അത്ര ഉദാഹരണങ്ങളിലേക്ക് ഷിമൽ പോകണമെന്നില്ല. എന്നാലും നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നോക്കുമ്പോൾ എന്തുകൊണ്ട് ഖാത്തമുൽ മുർസലീൻ ആണ് അല്ലെങ്കിൽ സയ്യിദുൽ മുർസലീൻ ആണ് എന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് അങ്ങനെ വ്യാപിപ്പിച്ചതിന് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അവര് അറബ് നാട്ടിൽ വന്നിട്ട് അറബുകളോട് മാത്രമല്ല അവരുടെ ദഅവത്ത് ഉണ്ടാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഒരു ഘട്ടം കഴിയുന്നതോടെ അനറബുകളും അജമുകളായ ദേശങ്ങളിലേക്കും ദൂരദിക്കുകളിലുള്ള കൗമുകളിലേക്കും ജനങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. അപ്പൊ നജാഷി മുസ്ലിം ആവുന്നതൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ. നജാഷി മുസ്ലിം ആണെന്ന്, നജാഷിക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കുക എന്നൊക്കെ പറയുന്ന ചർച്ചകൾ ഈ അടുത്ത കാലത്തും കേരളത്തിലുണ്ടായി. അപ്പോ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അറബുകളല്ലാത്ത സമൂഹത്തിലേക്ക് കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ അതിന്റെ ഈ പറയുന്ന സിയാദത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഖാത്തിമിയത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനന്ത്യ പ്രവാചകരാവുന്നതോടുകൂടി പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണല്ലോ പിന്നെ അന്ത്യ നാൾ വരെയുള്ള റസൂലായി നിലനിൽക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്ത് വരുമ്പോൾ ഈസാ നബിയും പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണല്ലോ പറയേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ആൻ മുഹമ്മദ് ഈസ് ഹിസ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ ഭാഗത്തോട് ഈ ഒരു ഐഡിയയും വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഷഹാദത്ത് ആവുന്നില്ല. ഷഹാദത്ത് മാറിയിട്ട് ഈ പറയുന്ന സിയാദത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഖാത്തമിയത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈസാ നബിയും അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നർത്ഥം. അപ്പൊ ഇതിന് ഷിമല് ഈ ഭാഗത്ത് പ്രധാനമായും ഉപജീവിക്കുന്നത് കവിതകളെയാണ്. അതിന് പേർഷ്യൻ, പഷ്തൂൺ, അതേപോലെ തന്നെ ഉറുദു, സാഹിലി, എനിക്ക് തോന്നുന്ന അറബി മലയാളത്തിലുള്ള കവിതകളും കൂടി അവർ ഉപയോഗിക്കാനുള്ളൂ. ബാക്കി ഏകദേശം ഈ കവിതകളെല്ലാം അതും ഈ സൂഫി ടച്ച് ഉള്ളതും അല്ലാത്തതുമായ സൂഫി ടച്ചുള്ള കവിതകൾ മാത്രമല്ല ഒരുപാട് കവിതകൾ ഈ ഭാഗത്ത് ഷിമല് കൊണ്ടുവരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അത്തരം കവിതകളുടെ എല്ലാം തത്വത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകരും സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മുന്നേ വന്ന എല്ലാ മുർസലുകളും നൂറ് മുഹമ്മദീയത്തിന്റെ ഭാഗിക വശങ്ങൾ മാത്രമാണെന്നാണ്. ഈ ഹഖീഖി മുഹമ്മദി അല്ലെങ്കിൽ നൂറ് മുഹമ്മദി എന്ന് പറയുന്ന ഒരു ഐഡിയ തസൗഫിന്റെ അകത്തുള്ളതാണ്. മശായിഖന്മാർ വ്യാപകമായി ചർച്ച ചെയ്യുന്നതാണ്. നമുക്ക് ഈ പറയുന്ന ഷിമ്മലിന്റെ വർക്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആ ഒരു നൂറ് മുഹമ്മദിയുടെ അല്ലെങ്കിൽ ഹഖീഖ മുഹമ്മദി എന്ന് പറയുന്നതിന്റെ ഭാഗിക വശങ്ങൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻപ് വന്ന എല്ലാ പ്രവാചകരും എന്ന ഒരു ഐഡിയ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഈ സയ്യിദുൽ മുർസലീന്റെ അകത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഐഡിയ ദ്യോതിപ്പിക്കുന്ന ഒട്ടനവധി കവിതകളുണ്ട്. ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. 1-2 ഉദാഹരണം ഞാൻ കൊണ്ടുവരാം. ഷിമൽ പറഞ്ഞ ഒന്ന് ജാമിയുടെ കവിതയാണ്. അതിലെ നമ്മുടെ സബയിലെ രാജ്ഞിയുടെ കിരീടം അല്ലെങ്കിൽ ആ കൊട്ടാരം, കിരീടം എന്നാണ് ഷിമൽ ഉപയോഗിച്ചത്. സുലൈമാൻ നബിയുടെ അടുത്തെത്തുമ്പോൾ സുലൈമാൻ നബി തൊട്ടത് കൈകൊണ്ടാണ്. ഒരു കവിതയാണ് അത്, ജാമിയുടെ കവിതയാണ്. അപ്പോ ജാമിയയിൽ പറയുന്നത് സുലൈമാൻ നബി ആ കൊട്ടാരം പോലും കൈകൊണ്ടാണ് തൊട്ടത്, എന്നാൽ ദൈവസിംഹാസനത്തിന്റെ ഉന്നതി എന്റെ റസൂല് പൂകിയത് അവിടുത്തെ കാലടി കൊണ്ടാണെന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന നൂറ് മുഹമ്മദീയത്തിന്റെ ഭാഗിക വശം എന്ന് പറയുന്ന ഐഡിയ, എല്ലാ മുൻ പ്രവാചകർക്കും നൂറ് മുഹമ്മദീയത്തിന്റെ ഈ ഒരു ഭാഗം കിട്ടുന്നുണ്ട്, അതിന്റെ ഒരു എന്തായാലും പറയാ ഒരു പാർസൽ കിട്ടുന്നുണ്ട്, ഒരു പാർട്ട് കിട്ടുന്നുണ്ട് എന്നൊരു ഐഡിയ അതിൻ്റെ അകത്ത് വരുന്നു. മറ്റൊരു ഉദാഹരണം മൂസായുടെ ഖബസ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ സീനാ പർവ്വതത്തിന്റെ അവിടെ നിന്ന് ഒരു വെളിച്ചം കാണുന്ന കഥ പറയുന്നുണ്ടല്ലോ. അപ്പോ ആ ഖബസ്, അതിനാണ് ഖബസ് എന്ന് പറയാ. ആ വെളിച്ചം എടുക്കാൻ വേണ്ടി മേലെ, അങ്ങനെയാണല്ലോ വെളിച്ചം എടുക്കാൻ വേണ്ടിയിട്ട് മേലെ പോയതായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ അവിടെ നിന്ന് അള്ളാഹുവിനെ കാണുന്ന ഘട്ടമൊക്കെ ഉണ്ടാവുന്നത്. അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ കാണുന്ന ഘട്ടം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയുണ്ട്. മൂസായുടെ ഖബസ് നബിയുടെ വദനത്തിന്റെ സൗകുമാര്യതയിൽ നിന്നാണ്. ഈസാ നബിയുടെ നിശ്വാസത്തിലുള്ളതോ അവിടുത്തെ അസ്തിത്വത്തിന്റെ ഒരു നുള്ള് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഈ തരത്തിൽ പലവിധ കവിതകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് കവിതകൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഷിമ്മല്. അപ്പൊ ഈ ഒരു കവിതകളിലൊക്കെ ഈ പറയുന്ന ഹഖീഖെ മുഹമ്മദിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. അത് വ്യാപകമായി അതിന്റെ പാടിപ്പറച്ചിൽ നടക്കുന്നു. ഒരു വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ, വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിലായി സമാനമായി ഈ ആശയം കവിതകളായി പരന്നൊഴുകുന്നു. അതിൽ നിന്ന് ഈ പറയുന്ന ഖാത്തമുൽ മുർസലീൻ അല്ലെങ്കിൽ സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്നത് ഒരു സവിശേഷ പദവിയുടെ ആംഗിൾ ആണെന്ന്, ഒരു പ്രധാനപ്പെട്ട ആംഗിൾ ആണെന്ന് മനസ്സിലാക്കാമെന്ന് ഷിമൽ പറയുന്നു. എന്നാൽ ഷിമൽ അവിടെ അവസാനം പറയുന്നുണ്ട്, ഈ ഒരു ഹഖീഖെ മുഹമ്മദിയത്തിനെ കുറിച്ചുള്ള ചർച്ച സാധാരണ മുസ്ലിങ്ങൾ അതത്ര പ്രധാനമായി കൊണ്ടുവരികയോ അതിന്റെ ഒരു ചർച്ചയിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടൊന്നല്ല സാധാരണഗതിയിൽ ഒരു മുസ്ലിം എന്ത് ചെയ്യുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബോ അല്ലെങ്കിൽ അവിടത്തോടുള്ള ആദരവോ ഒന്നും കാണിക്കുന്നത്, അവിടത്തെയുള്ള സവിശേഷ പദവി മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ കവിതകളിൽ ഇത് വ്യാപകമാണ് എന്നും ഷിമൽ അവിടെ പറയുന്നു. ഇങ്ങനെ 3 ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷിമൽ ചർച്ച ചെയ്യുന്നത് അവസാനത്തെ സെക്ഷനാണ്. ഇങ്ങനെ ഒരു സവിശേഷ പദവിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത് എങ്കിൽ അപ്പൊ പിന്നെ ഷിമ്മൽ പറയുന്നു, സ്വാഭാവികമായും ഈ സവിശേഷ പദവി മനസ്സിലാക്കപ്പെട്ട ഒരു ടെക്സ്റ്റൽ ട്രഡീഷന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ലിവ്ഡ് ട്രഡീഷന്റെ അകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന അനാദരവ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ഏതെങ്കിലും മാനഹാനിപരമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ, അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ചർച്ച നടക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷ പദവിയെ മുറിപ്പെടുത്തുന്ന അപവാദങ്ങളോ അനാദരവിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും ഈ ടെക്സ്റ്റൽ ട്രഡീഷൻ അല്ലെങ്കിൽ ലിവ്ഡ് ട്രഡീഷൻ അതിനെ കുറിച്ചുള്ള ചർച്ച നടക്കും. ആ ചർച്ചയെക്കുറിച്ചാണ് പിന്നെ അടുത്തത് ഷിമൽ പറയുന്നത്. അതില് ഒന്ന് ഇമാം ഖാലിയാദിനെയാണ് ഉദ്ധരിക്കുന്നത്. അപ്പോ ഖാലിയാദ് പറയുന്നുണ്ട്, ആ കാലത്ത് ഖാലിയാദിന്റെ കാലത്ത് അതൊരു സംഭവമുണ്ട്. ഹാറൂൺ റഷീദിന്റെ മകനെ അന്നത്തെ ഒരു കവിയായിരുന്നു അബൂ നുവാസ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി താരതമ്യപ്പെടുത്തിയ ഒരു സംഭവം നടന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഖാദി ഇയാദ് പറയുന്നത് രാജാക്കന്മാരെ പ്രവാചകന്മാരുമായി താരതമ്യപ്പെടുത്തുന്നത് വലിയ കുറ്റമാണ്. നിങ്ങൾ രാജാക്കന്മാർക്ക് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ വേറെ ആളുകളെ കണ്ടോളി, അപ്പൊ പ്രവാചകന്മാരുമായിട്ട് അവരെ താരതമ്യപ്പെടുത്തുന്നതോടെ സത്യത്തിൽ പ്രവാചകരോടൊരു അനാദരവാണ് നടത്തുന്നത് എന്നാണ് ഖാദി ഇയാദ് പറയുന്നത്. അത് ഷിമൽ കൊണ്ടുവരുന്നുണ്ട് ഖാദി ഇയാദിന്റെ ആ ഒരു ഭാഗം. പിന്നെ രണ്ടാമത് പറയുന്നത് ഇമാം അബു ഹനീഫയുടെ ഒരു വാദമാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇമാം അബു ഹനീഫ തങ്ങൾ റഹിമഹുല്ലാഹ് പറയുന്നത് മതപരിത്യാഗത്തിന് തുല്യമെന്ന് പരിത്യാഗത്തിന് തുല്യമാണ് ഇങ്ങനെ അനാദരവ് കാണിക്കുന്നത് എന്നാണ് ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല ഇമാം അബു ഹനീഫ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ അനാദരവ് കാണിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ പദവിയെ ആരെങ്കിലും ഇകഴ്ത്തി കാണിച്ചാൽ അയാൾ മതപരിത്യാഗിയായ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? പശ്ചാത്തപിച്ച് തിരിച്ചു വരണം. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നില്ലെങ്കിൽ അതിനുള്ള അടുത്ത നടപടി എടുക്കണം. ഇത് ചെയ്യേണ്ടി വരുമെന്ന് ഇമാം അബു ഹനീഫ റഹിമഹുല്ല പറയുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് ആധുനിക പണ്ഡിതര് ചിലർ അത്തരം ഒരു ഏർപ്പാട് ചെയ്ത ഒരാളെ തക്ഷണം വധശിക്ഷ വരെ വിധിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് ആധുനിക പണ്ഡിതരെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും ഷിമ്മല് പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ അത്തരം ഒരു ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട സംഭവം ഷിമ്മൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അവരുടെ ഒരു പരാമർശം, അത് ആ കാലത്തുണ്ടായ ഒരു പരാമർശമാണ്. ആ പരാമർശത്തിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു, അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ പദവിക്ക് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇബ്നു തൈമിയക്കെതിരെ സംസാരിക്കുന്ന ഒരു സംഭവം രംഗമുണ്ട്. ആ രംഗം പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം ഇതേ ചാപ്റ്ററിൽ മറ്റൊരിടത്ത് ഷിമൽ തന്നെ പറയുന്നുണ്ട്, ഈ ഇത്തരം അനാദരവ് കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ ഇബ്നു തൈമിയക്ക് തന്നെ കിതാബുണ്ട്. ഇബ്നു തൈമിയക്ക് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന കിതാബുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇബ്നു തൈമിയ ഇങ്ങനെ ഒരു അനാദരവ് കാണിച്ചു എന്ന രീതിയിൽ ചർച്ച വരികയും ചെയ്യുന്നുണ്ട് എന്നത് ഒരു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഈ ഷിമ്മല് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു അനാദരവുമായി ബന്ധപ്പെട്ട മൂന്ന് തരത്തിലുള്ള ചർച്ച നമ്മൾ പറഞ്ഞു. ഖാദി ഇയാദിന്റെ, ഇമാം അബൂ ഹനീഫയുടെയും അതുപോലെ തന്നെ ആധുനിക പണ്ഡിതർ അതിൽ പറഞ്ഞ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഷിമ്മൽ അതിൽ കൊണ്ടുവരുന്ന അടുത്ത ഒരു പോയിന്റ്, അതും വളരെ പ്രധാനമാണ്. ഇത്തരം ഒരു അനാദരവ് ഇതുവരെ നമ്മൾ പറഞ്ഞു, ഇത്തരം വ്യത്യസ്ത ആളുകൾ അതിന് എന്താണ് അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത്, ഷിമ്മൽ പറയുന്നത്, ഇത്തരം ഒരു അനാദരവ് കാണിക്കുന്നത് അഹ്ലു കിതാബിൽപ്പെട്ട ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു അനാദരവിന്റെ പരാമർശം നടത്തുന്നതോടെ അയാൾ ദിമ്മി എന്ന കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോകുന്ന പറഞ്ഞേ. അങ്ങനെയാണ് പ്രബലമായ കർമ്മശാസ്ത്ര വീക്ഷണം ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനാദരവ് ഒരു ദിമ്മി നടത്തിയാൽ, ദിമ്മി എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബിന്റെ ആളുകളായിരിക്കും, അവർ ഇസ്ലാമിക ഭരണകൂടത്തിന് ജിസിയ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ദിമ്മത്തിലായിരിക്കും അവരുണ്ടാവുക. അവർ ഉത്തരവാദിത്വം ഇസ്ലാമിക ഭരണകൂടത്തിനായിരിക്കും, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു അനാദരവ് ഒരു ദിമ്മി കാണിച്ചാൽ അതോടെ അയാൾ ആ ദിമ്മത്തിന് പുറത്തുപോയി എന്നാ പറയാം. അയാള് പിന്നെ ജിസിയ കൊടുത്തതൊന്നും പരിഗണിക്കൂല എന്നുള്ള സ്വഭാവത്തിൽ എത്തും. അയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണോ ആ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ആ പോയിന്റ് കൂടെ ഈ പറയുന്ന അനാദരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷിമ്മൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നബിയുടെ കാലത്ത് തന്നെ ഇങ്ങനെ അനാദരവെന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനാദരവ് തന്നെ ചെയ്യ ചില സംഭവങ്ങൾ, പരാമർശങ്ങൾ ശത്രുപക്ഷത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് അതിനോട് എന്തായിരുന്നു എന്നൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഹദീസ് നോക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ചില ഘട്ടങ്ങളിൽ ശിക്ഷ നടപ്പാക്കിയതായിട്ട് റിപ്പോർട്ട് കാണാം, എന്നാൽ ചില ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാം എന്ന് ഷിമ്മൽ പറയുന്നു. ആധുനിക കാലത്ത് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് ഈ പറയുന്ന അനാദരവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. അവിടെ ആധുനിക കാലത്ത് ഇന്ത്യയിൽ നടന്ന 1920-കൾക്ക് ശേഷം നടന്ന രംഗീല റസൂൽ എന്നൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം, അതേക്കുറിച്ചുള്ള ഒരു ചർച്ച ഷിമ്മലി അവസാന ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ആ രംഗീല റസൂൽ എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, എനിക്ക് ആ പുസ്തകം അറിയില്ല, ജസ്റ്റ് ഗൂഗിൾ വിക്കിപീഡിയന്റെ സെർച്ചിലൊക്കെ മനസ്സിലാവുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായിട്ട് അന്നത്തെ ഇവിടെ നടന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന മുസ്ലിം മുന്നേറ്റങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ മുന്നേറ്റങ്ങളോടുള്ള ഒരു തിരിച്ചുള്ള പ്രതികരണം എന്ന രീതിയിലൊക്കെ വന്നൊരു പുസ്തകം എന്നൊക്കെയാണ് വിക്കിപീഡിയ ഒക്കെ പറയുന്നത്. ഏതായാലും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിന്റെ എഴുതിയതിന്റെ പേരിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് കൊല ചെയ്യപ്പെട്ട കഥ പറയുന്നുണ്ട്. അപ്പോ ഈ രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷ പദവിയോട് അനാദരവ് കാണിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലുമാണ് ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് അവസാനിക്കുന്നത്. ഇനി ഞാനതിന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് നോക്കിയപ്പോൾ 1984 വന്ന പാകിസ്ഥാൻ പബ്ലിഷ് ചെയ്യപ്പെട്ട ഇംഗ്ലീഷ് പതിപ്പ് മുഹമ്മദ് മെസ്സഞ്ചറിന്റെ തുടക്ക ഭാഗത്ത് ഷിമ്മൽ പറയുന്നുണ്ട്, അതിന് മുന്നേ ഉണ്ടായിരുന്ന പതിപ്പിൽ ഉണ്ടായിരുന്ന ചില ഇല്ലസ്ട്രേഷൻസ്, അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻ ആണ്.
ആ ഇല്ലസ്ട്രേഷൻ എല്ലാം ഈ പതിപ്പിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നുണ്ട് എന്ന് ഷിമ്മൽ തന്നെ പറയും. സ്വന്തം പുസ്തകത്തിൽ ഷിമ്മൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഇല്ലസ്ട്രേഷൻസ് ഒഴിവാക്കുന്നത്. ഇതിന് കാരണം പറയുന്നത് ആളുകളെ വ്രണപ്പെടുത്തും, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ്. കറക്റ്റ് ഇംഗ്ലീഷ് ടേം എനിക്കിപ്പോൾ ഓർമ്മയില്ല. സംഭവം ഞാൻ ഇന്ന് തന്നെയാണ് അത് കണ്ടത്, പക്ഷെ എനിക്ക് ടേം ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ മുൻ പതിപ്പുകളുടെ ചില ഇല്ലസ്ട്രേഷൻ ഈ പറയുന്ന ഷിമ്മൽ തന്നെ ഒഴിവാക്കിയെന്ന് ഈ പുസ്തകത്തിന്റെ തന്നെ 984 ഇറങ്ങിയ പതിപ്പിൽ അതിന്റെ PDF ആണ് എനിക്ക് കിട്ടിയത്, അതിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കൂട്ടത്തിൽ അതും കൂടി പറയാന്ന് കരുതി. ഈ രീതിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സവിശേഷ പദവിയെക്കുറിച്ചുള്ള ചരിത്രപരവും അതേപോലെ തന്നെ സൂഫി പാഠവുമായി ബന്ധപ്പെട്ടുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയാ, ആ ഒരു പദവിയെ ഒരാള് ഇകഴ്ത്തിയാൽ അതിന് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് നടന്ന കർമ്മശാസ്ത്ര വിശകലനം മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഉള്ളത്. ഞാൻ പറഞ്ഞത്